ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ദൂതുകൾക്ക് ആധാരമായിരിക്കേണ്ടതിന് പൗലോസ്ലീഹ കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 9-ാം വാക്യം പൊതുസഭ കേൾക്കെ ദയവായി ഒന്ന് വായിച്ച് സഹായിക്കുമോ? ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഇന്ന് വചനത്തിന്റെ വാതിൽ എനിക്കായി എന്ന് തുറക്കണമേ. എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താൽ എല്ലാ അധരങ്ങളിൽ നിന്നും സ്തോത്രത്തിന്റെ ശബ്ദം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി വചനത്തിന്റെ വാതിൽ തുറക്കപ്പെടേണ്ടതിന് തുറന്നു പുറപ്പെടുന്ന ദൈവവചനത്തിന്റെ ശബ്ദത്താൽ വിടുതലുകൾ നടക്കേണ്ടതിന് ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ഇന്നിവിടെ ഉണ്ടാകേണ്ടതിന് വെളിപ്പെട്ടു വരുന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകേണ്ടതിന് ഈ പകൽ നൊമ്പലത്തോടെ ഹൃദയ നൊമ്പലത്തോടായിരിക്കുന്നവരുടെ നൊമ്പലങ്ങൾ വെളിപ്പെട്ടു വരുന്ന വചനം ലഭ്യമെടുക്കേണ്ടതിന് വചനം ഇന്ന് ശക്തിയായി വെളിപ്പെടേണ്ടതിന് വചനം ഇന്ന് പകൽ സൗഖ്യമായി വെളിപ്പെടേണ്ടതിന് വചനത്തിന്റെ അധികാരം വെളിപ്പെടേണ്ടതിന് അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്താൽ എല്ലാ അധരങ്ങളിൽ നിന്നും സ്തോത്രത്തിന്റെ ശബ്ദം വെളിപ്പെടട്ടെ. ഒരുമിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുക. വചനത്തിന്റെ വാതിൽ നമുക്കായി ഇന്ന് പകൽ സ്വർഗം തുറക്കേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്യാം. കർത്തൃദാസന്മാരായ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. വചനത്തിന്റെ വാതിൽ തുറന്ന ദൈവാത്മാവ് ഇന്ന് പകലിൽ ഇടപെടേണ്ടതിനായി എല്ലാവരും അല്പസമയം കർത്താവിന്റെ മഹത്വം കൊടുത്താലും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തിന്റെ വാതിൽ ഇന്ന് ഞങ്ങൾക്കായി തുറക്കണമേ. നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. നിന്റെ ശബ്ദത്താൽ ഉള്ള വിടുതൽ, നിന്റെ വചനത്തിന്റെ ശക്തിയാലുള്ള അത്ഭുതങ്ങൾ ഇന്നിവിടെ നടക്കാൻ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. വചന ഘടക വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ അവിശ്വാസത്തെയും എല്ലാ മുൻവിധികളെയും യേശുവിന് അധികാരമുള്ള നാമം ചൊല്ലി അവയുടെ മേൽ ജയമെടുക്കുന്നു. വചനത്തെ വിശ്വസിപ്പാൻ ഒരു ഭൂഷണെ പോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൂതുകളിൽ വിശ്വസിപ്പാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. വായിക്കപ്പെട്ട തിരുവെഴുത്തിൻ ഭാഗം ഇങ്ങനെ അതിനകത്തെ ഒരു വാക്യത്തിന്റെ ഒരു ഭാഗം മാത്രം എടുക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. ആ വാക്യം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒന്ന് പരിചയപ്പെടണം. പരിചയമുണ്ട് ഒരിക്കൽ കൂടെ. അതുകൊണ്ട് ആ റെഫറൻസ് ഞാൻ ഒന്നും കൂടെ പറയുക. പൗലോസ്ലീഹ കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചു. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവത്തിന്റെ കൃഷി. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. ദൈവത്തിന്റെ കൃഷി എന്ന പ്രമേയത്തിൽ നിന്നുകൊണ്ട് പ്രാപിച്ച ദൂതുകൾ കൈമാറാൻ താല്പര്യപ്പെടുക. ദൈവത്തിന്റെ കൃഷി നിങ്ങൾ എന്ന് പറഞ്ഞു. ഈ നിങ്ങൾ ആരാ? സ്തോത്രം. കൊരിന്തിലുള്ള ദൈവസഭ. ദൈവസഭയെ പുതിയ നിയമത്തിൽ കൃഷിയോട് ഉപമിച്ച ഒരു പ്രധാന വാക്യമാണ് ഈ 9-ാം വാക്യം. സ്തോത്രം. ദൈവത്തിന്റെ കൃഷിക്ക് ദൈവം ഏതെല്ലാം നിലകളിൽ ആ കൃഷിയോടുള്ള ബന്ധത്തിൽ ഇടപെടുന്നു എന്നുള്ളത് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ
അഥേനയിലുള്ള പ്രസംഗം നിർത്തിയിട്ട് സ്തോത്രം കൊരിന്തിൽ വരുന്നു. അവിടെയുള്ള പള്ളിയോട് ചേർന്ന ഇടം, അവിടെ ദൈവവചനം അവിടെയുള്ള സിനഗോഗിൽ പങ്കിടുന്നു. ദൈവവചനം കേട്ട ഒരു ഗ്രൂപ്പ് രക്ഷയിൽ വരുന്നു, സ്നാനപ്പെടുന്നു. അന്ന് രാത്രിയിൽ ഒരു ദൂതനെ വിട്ടല്ല, ദമ്മശ്കേക്കിന്റെ സമീപേ താൻ എത്തിയപ്പോൾ, അങ്ങനെ തിരുവനന്തപുരത്തുള്ളൂ, പടിവാതിലൊന്നും ഇല്ല. സ്വതന്ത്രം ദമ്മശ്കേക്കിന്റെ സമീപേ, അതിന് അടുത്ത് എത്തിയപ്പോൾ താൻ കണ്ടുമുട്ടിയ സ്തോത്രം ആ യേശു കർത്താവിന്റെ ദർശനം നേരിട്ട് ലഭിച്ചു. സ്തോത്രം. ആ ദർശനത്തിന്റെ ഭാഗമായി 18-ാം അധ്യായം 9-ാം വാക്യം മുതൽ ആരംഭിക്കുന്ന ദർശനം, പ്രവൃത്തികളുടെ പുസ്തകം. ആ ദർശനത്തിന്റെ അവസാന ഭാഗത്ത് 1.5 വർഷം താൻ അവിടെ ശുശ്രൂഷിച്ചു. സ്തോത്രം. ആ ശുശ്രൂഷയ്ക്ക് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ താൻ ചെയ്ത വേല എന്ത് എന്ന് വ്യക്തമാക്കിയ വേല ഇതാണ്. 3-ാം അധ്യായം 6-ാം വാക്യം. സ്തോത്രം. അത് ഇങ്ങനെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം വളരുമാറാക്കി. ഒന്ന് സ്തോത്രം ചെയ്യാം. 1.5 വർഷം താൻ ചെയ്ത മിനിസ്ട്രി നടുക. സ്തോത്രം. നടുക. നടിയിൽ ആരംഭിച്ചത് എന്തിന്റെ വെളിച്ചത്തിലാന്ന് ചോദിച്ചാൽ മറുപടി, രാത്രിയിൽ എന്റെ അരികിൽ ഇറങ്ങി വന്ന കർത്താവിന്റെ ദർശനം, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നട്ടു തുടങ്ങിയത്. ഒന്ന് സ്തോത്രം ചെയ്യാം. ദൈവം ഒരു കൃഷി നിലത്തിന് മുന്നമേ, സ്തോത്രം, ഒരു കൃഷി ഇല്ലാത്ത തരിശു നിലത്തിൽ ദൃഷ്ടി വെക്കുമ്പോൾ ആദ്യം ദൈവം ആ മണ്ണിലേക്ക് കൈമാറുന്നത് ദർശനമാണ്. സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഈ മലബാറിൽ ഇത്രയൊന്നും സഭകളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ദർശനത്തിന്റെ കൈമാറ്റം ദൈവം ആ കാലത്തുള്ള അപ്പോസ്തലന്മാർക്ക് കൊടുത്തപ്പോൾ, സ്വന്തം ആ ദർശനത്തിന്റെ ഭാഗമായി വന്ന കോഴഞ്ചേരിയിലും നട്ടു. സ്വന്തം തേനിടുക്കും നട്ടു, വാൽക്കുളമ്പും നട്ടു. സ്വന്തം അവൻ കാളാങ്കുളത്തും നട്ടു. സ്വന്തം കരിമ്പാറയിലും നട്ടു. അങ്ങനെ ദൈവം നട്ടിട്ടുള്ള തോട്ടത്തിൽ വളരുന്ന തൈകളത്രേ ഇന്ന് പകൽ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. എത്ര പേര് അത് തിരിച്ചറിയുന്നു? ദൈവത്തിന്റെ തോട്ടത്തിൽ ദൈവത്തോട്ടമായ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന തൈ എന്ന ഉറപ്പുള്ളവർക്കൊന്ന് സ്തോത്രം ചെയ്യാം. നടാൻ ദൈവം എടുത്ത നിലം, സ്തോത്രം, സാംസ്കാരിക നഗരമായ കൊരിന്ത് പട്ടണം. അവിടെ വലിയൊരു ആരാധന മൂർത്തിയുണ്ട്. സ്തോത്രം. ചരിത്രം പറയുന്നു കൊരിന്തിന്റെ സംസ്കാരം ഒത്തിരി, ഞാൻ അവിടേക്ക് നീങ്ങുന്നില്ല. സ്തോത്രം. ഇവയൊന്നും, സ്തോത്രം, ദൈവത്തിന്റെ ദർശന പ്രകാരമുള്ള നടീലിന് തടസ്സമായി മാറില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു വാഴ്ചകൾക്കും ഒരു അധികാരങ്ങൾക്കും ഒരു അന്ധകാരങ്ങൾക്കും ഒരു ദേശാധിപതിക്കും, സ്തോത്രം, ദൈവം തന്ന ദർശനത്തിന്റെ ഭാഗമായ നടീലിനെ തൊടാൻ പറ്റില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്നിവിടെ ഉണ്ടെങ്കിൽ കരം തട്ടി കർത്താവിന് മഹത്വം കൊടുക്കുക. അവൻ ദൈവത്തിന്റെ കൃഷിയെ തൊടാൻ ജീസസ് ഒരു ശത്രുവിനെ പറ്റി. സ്തോത്രം. ദൈവം അതിനെ തിരഞ്ഞെടുത്തത് അനുകൂല കാലാവസ്ഥയല്ല, പ്രതികൂല മണ്ണ്. സ്തോത്രം. ദൈവത്തിന്റെ കൃഷി ഇറക്കാൻ ദൈവം പ്ലാൻ ചെയ്യുന്നത് ആലത്തൂർ സെന്ററിന്റെ പരിധിയിൽപ്പെട്ട പ്രതികൂല മണ്ണിനെ അവൻ ദൈവത്തിന്റെ കൃഷി നിലങ്ങളായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. തിരിച്ചറിയുന്ന ഭക്തർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേര് അത് കണ്ണടച്ച് വിശ്വസിക്കുന്നു? പ്രതികൂല മണ്ണിലേക്ക്
ഹല്ലേലൂയ. പ്രിയ ജോൺ പാസ്റ്ററിലൂടെ വെളിപ്പെട്ട സാക്ഷ്യം, അവൻ പ്രതികൂല കാലാവസ്ഥ അതിന്റെ കാറ്റുകൾ അടിച്ച സാക്ഷ്യം കേൾക്കുകയുണ്ടായി. തിരുവല്ലാമലയിൽ നിന്ന് അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുകയുണ്ടായി. സ്തോത്രം. പ്രതികൂല മണ്ണുകളിൽ അവൻ ദൈവത്തിന്റെ ഫലപ്രദമായ കൃഷി വിളയുന്ന കാലങ്ങൾ അനവധി ദൂരത്തിലല്ലെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. തിരിച്ചറിയുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി സ്വന്തം ചെയ്യുക, വിശ്വസിച്ച് ദൂരത്തെടുക്കാം. പ്രതികൂല മണ്ണിൽ ദൈവത്തിന്റെ കൃഷി വളരും, വിളയും, ഫലം പുറപ്പെടുവിക്കും. തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കർത്താവിന്റെ മഹത്വപ്പെടുന്നത്. ദർശനത്തിന്റെ ഭാഗമാണ് മിനിസ്ട്രി. സ്തോത്രം. ഹല്ലേലൂയ. 1.5 വർഷം അവിടെ പിടിച്ചു നിന്നത് ദർശനത്തിന്റെ ഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂല മണ്ണിൽ, സ്തോത്രം, അനുകൂല കാലാവസ്ഥ ഇല്ലാത്തിടത്ത്, സ്തോത്രം, ഫലപ്രദമായ കൃഷി അവൻ ഉടലെടുക്കത്തക്ക രീതിയിൽ പിടിച്ചു നിന്നത് ദൈവം തന്ന ദർശനമാണ്. സ്തോത്രം. മലബാറിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്തൃദാസന്മാരായ ഞങ്ങൾക്ക് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പറയാൻ പറ്റും, അവൻ ഇവിടെ ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് അവൻ ദൈവം തന്ന ദർശനത്തിന്റെ ഭാഗമാണ്. ദർശനത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ മൂലധനം ദർശനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് ദർശനമാണ്. സ്തോത്രം. ഞങ്ങൾക്കുള്ള കൈമുതൽ ദർശനമാണ്. സ്വന്തം ചെയ്യാവൂ. ആമേൻ. ദർശനമുള്ള കർത്തൃദാസന്മാരെ നമ്മുടെ സെന്ററിൽ കിട്ടിയതിൽ എത്ര പേർക്ക് പരമാനന്ദമുണ്ട്? സന്തോഷത്തോടെ സ്വന്തം ചെയ്യാം. ദർശനം കർത്താവ് കൈമാറി. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ കൃഷി പ്രതികൂല കാലാവസ്ഥയിൽ ദർശനത്തിന്റെ ഭാഗമായിട്ട് നട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, ദൈവം ഇങ്ങനെ പറയുക പൗലോസിലൂടെ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയുടെ ഉടമ ദൈവം. ഒന്ന് സ്വതന്ത്രം ചെയ്യുക. അങ്ങനെയെങ്കിൽ ആലത്തൂർ സെന്ററിലുള്ള ദൈവത്തിന്റെ കൃഷിയുടെ ഉടമ ചേർന്ന് പറഞ്ഞ് ദൈവം. ആ ഉടമ ഇന്നിവിടെ വാഗ്ദത്ത പ്രകാരം എഴുന്നള്ളി വന്നിട്ടുണ്ട്. അകങ്കണ്ണ് തുറന്ന ആ സപ്തമഹിമ പൂർണ്ണനെ തിരിച്ചറിയുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ചേർന്നവരുടെ മഹത്വം കൊടുക്കുക. അല്പസമയം ആത്മനിറവിൽ പ്രാപിച്ച ദൈവകൃപയിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. അവൻ കൃഷിയുടെ ഉടയവൻ, കൃഷിയുടെ ഉടമസ്ഥൻ, കൃഷിയുടെ മുതലാളി ഇതിവിടെ എഴുന്നള്ളി വന്നിരിക്കും. അവനെ അല്പസമയം ചേർന്ന് ആരാധിക്കാൻ മനസ്സുള്ളവരുടെ ഹൃദയത്തിന്റെ ഉൾത്തരത്തിൽ നിന്ന് സ്വത്രത്തിന്റെ ശബ്ദം അവൻ അധരത്തിലൂടെ വെളിപ്പെടട്ടെ. അല്പസമയം ഹൃദയങ്ങളവർ പ്രാപിച്ച ദൈവകൃപയിൽ ഒന്ന് സ്തുതിച്ചാരാധിക്കാവോ? അവൻ യേശുവിന്റെ രക്തം ജയം. ജീസസ്. ഒരു ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു പ്രത്യേക വാക്ക്, ഞാൻ നട്ടതിന്റെ മെത്തേഡ് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ കൃഷിയെ നട്ടതിന്റെ മെത്തേഡ്, ജ്ഞാനത്തിന്റെ വശീകൃത വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. ഒന്നാമേ പറയാൻ പറ്റുമോ? അവൻ ഞാൻ നടുമ്പോൾ ദൈവത്തിന്റെ കൃഷിയെ നടുക എന്ന ദൗത്യം ദർശനം എനിക്ക് നൽകി. ഞാൻ കൃഷിയെ നടുമ്പോൾ അവൻ എന്നിൽ വ്യാപരിക്കുന്നത് ജ്ഞാനത്തിന്റെ വശീകൃത വാക്കല്ല, തിയറികളല്ല, ഫിലോസഫിയല്ല. സ്തോത്രം. അവൻ നടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ സ്തോത്രം ശക്തിയുടെ പ്രദർശനം. സ്വത്രം അർത്ഥാൽ നട്ടത് ആത്മശക്തിയോടെയാണ് നട്ടത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊളിച്ചെറിഞ്ഞ് കല്ലറവാതിക്കലെ കല്ലിനെ ഉരുട്ടി മാറ്റി അവൻ ശക്തിയോടെ, അവർണ്ണനീയമായ ശക്തിയോടെ, അവൻ വർണ്ണിക്കാൻ പറ്റാത്ത ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ റിസറക്ഷൻ പവർ, പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെയാകുന്നു ഞാൻ പ്രതികൂല മണ്ണിൽ ദൈവത്തിന്റെ കൃഷി ഇറക്കിയവർ.
ഈ ദൂതിന്റെ യാളം സ്വർഗത്തിൽ നിന്ന് എനിക്ക് തന്നെ പുറപ്പെട്ടു വരുന്ന ഈ മാസത്തിലുള്ള ദൂതെന്ന് തിരിച്ചറിയുന്നവരുടെ കരങ്ങൾ ശക്തി അടിച്ച് പ്രാപിച്ച ദൈവങ്ങളെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാത്ത ചില മടുപ്പുകളെ ഈ വചനത്തിന്റെ ശക്തി വേറെ പിടിതറിയുകയാ. ചില കെടുതികളെ ഇത് പൊളിച്ചു മാറ്റുകയാ. അവൻ ഇനി ഒന്നിനും പറ്റത്തില്ലെന്നോ ഇനി ഒന്നും നടക്കില്ലെന്നോ ചില ബുദ്ധി മന്ത്രിച്ച മണ്ഡലങ്ങളെ പരിശുദ്ധയാത്മാവ് തിരിച്ചെഴുതുകയാ. ഈ വചനം ഏറ്റെടുത്താട്ടെ. പ്രാപിച്ച ദൈവത്തെ സുവിച്ചാരാധിച്ചാണ്. പ്രതികൂലത്തിലെ ചില മേഖലകളെ പരിശുദ്ധയാത്മാവ് വചനത്തിന്റെ വെളിപ്പാടിന്റെ അധികാരം വചനത്തിന്റെ ശക്തി വേറെ സന്തോഷത്തോടെ കരങ്ങൾ കെട്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ആത്മാവിന്റെയും സ്തോത്രം ശക്തിയുടെയും എന്നെ ഉണ്ടെന്നല്ല, ഞാൻ നട്ടുമ്പോൾ അത് പ്രകടമായിരുന്നു. സ്തോത്രം, സ്തോത്രം. ഞാൻ നട്ടുമ്പോൾ ചിലത് കാണാനുണ്ടായിരുന്നു. ഒളിച്ചും പാത്തുമല്ല നട്ടത്, രഹസ്യ മിനിസ്ട്രി അല്ല. സ്തോത്രം. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായിട്ടുള്ള നടൽ അത് പരസ്യമാണ്. ഒന്ന് സ്വതന്ത്രം ചെയ്യാൻ പറ്റും. അവൻ രഹസ്യമായി സുവിശേഷം പറയുന്ന മേഖലകളിൽ അവൻ പരസ്യമായി ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. ആ ഭൂതത്തെ ഏറ്റെടുക്കാൻ പറ്റും, ഏറ്റെടുക്കാൻ പറ്റും. സ്വതന്ത്രം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്വതന്ത്രം ചെയ്യാം. അവൻ ആത്മാവിന്റെ ശക്തിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട. സ്വതന്ത്രം. എവിടെയും കയറി ചെല്ലാം. പൗലോസ് പറഞ്ഞത് അവന്റെ യശയ്യാപ്രവചനത്തിന്റെ ഉദ്ധരണി രേഖപ്പെടുത്തി. അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ അതിന്റെ താഴെ അടുത്ത വാക്യം രേഖപ്പെടുത്തി. എന്നാൽ ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വന്തം കേൾക്കാൻ പറ്റാത്ത മേഖല, ശബ്ദം വെളിയിൽ വരാത്തുന്ന പോലെ അവൻ ദൃഷ്ടി കിരണങ്ങൾ അവൻ കിരണങ്ങൾക്ക് ഉള്ളിൽ കയറി സ്കാൻ ചെയ്തെടുക്കാൻ പറ്റാത്തുന്ന പോലെ ദൈവത്തിന്റെ കലവറക്കകത്ത് ദൈവത്തിന്റെ പ്രത്യേക ഹെവൻലി സ്റ്റാൻഡേർഡ് പാക്കിങ്ങിൽ ദൈവം ഒരുക്കിയിട്ടുള്ള സ്വന്തം അവൻ നന്മകൾ സ്വന്തം ആത്മാവ് അതിനകത്ത് കയറി അവൻ അതിനെ ഒപ്പിയെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ദൂത് ധ്യാനിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലായത്, പരിശുദ്ധാത്മാവിന് കയറി ചെല്ലാൻ പറ്റാത്ത ഇടമില്ല, പരിശുദ്ധാത്മാവിന് കയറി ചെല്ലാൻ പറ്റാത്ത വീടില്ല, പരിശുദ്ധാത്മാവിന് കയറി ചെല്ലാൻ പറ്റാത്ത ഹൃദയമില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഹൃദയത്തിന്റെ ഉൾപ്പൂവില്ല, പരിശുദ്ധാത്മാവിന് കയറി ചെല്ലാൻ പറ്റാത്ത ആലത്തൂർ സെന്ററിലെ കാവുകളില്ല, അവൻ ഈ ദേശത്തുള്ള അവൻ ഗ്രാമങ്ങളില്ല. പരിശുദ്ധാത്മാവിന് കയറി ചെല്ലാൻ പറ്റാത്ത വിട്ടമില്ല. അവൻ സമ്പൂർണ്ണ ദൈവമാണ്. അവന് തൊട്ടാവാടി ആത്മാവല്ല, സർവശക്തനാണ്. പുത്രനാമത്വം സർവശക്തനായിരിക്കുന്നത് പോലെ, പിതാവെന്ന യാളത്വം സർവശക്തനായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് സർവശക്തൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കൊന്ന് സ്വന്തം ചെയ്യാം. പരിശുദ്ധാത്മാവ് സർവശക്തൻ അല്ലെങ്കിൽ അവന് ദൈവം എന്നുള്ള ലിസ്റ്റിൽ നിന്ന് മാറ്റിക്കളയാം. ഒന്ന് സ്വന്തം ചെയ്യാൻ പറ്റുമോ? സന്തോഷത്തോടെ കർത്താവിനെ ശ്രദ്ധിക്കും പ്രിയരെ. അവൻ കൊരിന്തിൽ സ്തോത്രം ദൈവത്തിന്റെ കൃഷിയെ ദർശനത്തിന്റെ ഭാഗമായി ഇറക്കി. കൃഷിക്കാരൻ നടാൻ സ്തോത്രം അസസ്യം എടുത്ത് അതിന്റെ ഉടയവൻ കർത്താവാണ് കേട്ടോ. സ്വത്രം ഒന്ന് സ്വത്രം ചെയ്യാവോ? ഉടയവൻ കർത്താവാണ്. അതിനെ എടുത്ത് നട്ടിട്ട് സ്തോത്രം അടുത്തതിനെ നടാൻ വേണ്ടി ആ കൈ പിൻവലിക്കുമ്പോ സ്തോത്രം ഹല്ലേലൂയ. അപ്പോഴും അതിനുശേഷം അപ്പൊല്ലോസ് കൊരിന്തിൽ 19 വന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. സ്തോത്രം. വെള്ളം ഒഴിക്കുന്നവൻ അവിടെ ഇരിക്കുമ്പോഴും സ്തോത്രം നട്ടവന്റെ കൈ പിൻവലിക്കപ്പെട്ടപ്പോഴും 24 മണിക്കൂർ നട്ടിട്ടുള്ള ഓരോ തൈയുടെ അരികിലും വന്നൊരു പ്രക്രിയ ചെയ്യുന്നവനുണ്ട്. താനെ രേഖപ്പെടുത്തി. ആര്?
വളരുമാറാക്കുന്ന. ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? വളരുമാറാക്കുന്ന ദൈവം. അടുത്ത സെന്ററിൽ എല്ലാ സഭകൾക്കൊന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ സഭയെ വളരുമാറാക്കുന്ന വ്യക്തിപരമായി പറയാൻ പറ്റും. എന്നെ ക്രിസ്തുവിൽ വളരുമാറാക്കുന്ന. എവിടെ വരെ എന്നറിയാമോ? പോളിയോ വീഴ്ചയുടെ ചർച്ചിനോളമല്ല. സ്വന്തം ഹല്ലേലൂയ. കഴിഞ്ഞിടയ്ക്ക് ലോകത്തിലുള്ള ഒരു പ്രധാന സഭാഹോളിനെ കുറിച്ച് കേട്ടു. 1.5 കിലോമീറ്റർ നീളം, 1/2 കിലോമീറ്റർ വീതി. അത് ശരിയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, അത്രത്തോളമല്ല. സ്വന്തം വളരുമാറാക്കുന്ന ദൈവം ക്രിസ്തു എന്ന തലയോളം. സ്വന്തം വളരുമാറാക്കുന്ന ദൈവം വളർച്ചയ്ക്ക് പരിധിയിട്ടിരിക്കുന്നത് എന്നോളം കയറി വാ. ഒന്ന് സ്വന്തം ചെയ്യാൻ പറ്റുമോ? ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ് വചനത്തിന്റെ വെളിപ്പാടിൽ പ്രാദേശിക സഭകളോട് ആഹ്വാനം ചെയ്യുന്നു. എന്നോളം കയറി വാ. അനത്തു സെന്ററിനോട് ആഹ്വാനം ചെയ്യുന്നു. എന്നോട് അവൻ ഒത്തവണ്ണം കയറി വാ. ക്രിസ്തു എന്ന തലയോളമുള്ള വളർച്ച. ബ്രദറെ, നിനക്ക് ദൈവം. സഹോദരി, നിനക്ക് ദൈവം. അഭിഷക്തന്മാരെ, നമുക്ക് ദൈവം. എത്ര പേരത് ഏറ്റെടുക്കുന്നവർ? കൂടുതൽ ഏറ്റെടുക്കുന്നവർ. ദൈവം വളരുമാറാക്കുന്നത്. എന്നെ തളർത്തുന്നവനല്ല, എന്നെ വളർത്തുന്നവൻ. ഞങ്ങൾക്ക് ദൈവദാസന്മാർക്ക് ഒരുമിച്ച് പറയാൻ പറ്റും, ഞങ്ങളുടെ മിനിസ്ട്രി ഞങ്ങളെ തളർത്തുന്നവനല്ല, വളർത്തുന്നവൻ. ചേർന്ന് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്താൻ പറ്റും. ഞങ്ങളെ വളർത്തുന്നവൻ. ചേർന്ന് പറയാൻ പറ്റൂ, എന്നെ വളർത്തുന്നവൻ. ഒന്ന് വിശ്വാസം അകത്ത് നിറഞ്ഞു നിൽക്കുന്ന തമ്മിൽ ഒന്ന് കൈകൊണ്ട് പറയാൻ പറ്റും. കൃഷിയെ ദൈവം വളർത്തും. നട്ടു കഴിഞ്ഞത് തൊട്ടു പറകെ ഒരുത്തരം തമ്പുരാനെ ചുമന്നവരുടെ അപ്പലോസ്. അവന്റെ പരിപാടി വെള്ളം ഒഴിക്കണം. ഞാൻ എന്റെയും കരിമാറി ദൈവം ഇപ്പോഴും വെള്ളം ഒഴിക്കണം. ഭാഷ കാലഘട്ടത്തിൽ നട്ടതിന് ഇപ്പൊ വെള്ളം ഒഴിക്കുന്ന സന്തോഷമുണ്ട്. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ വെള്ളം ഒഴിക്കാൻ ദൈവം സഭകൾക്കകത്താക്കിയതിനാണ് ഞാൻ സ്വന്തം ചെയ്യുക. വളർച്ചയ്ക്ക് വേണ്ട ഒരു ഘടകമാണ് വെള്ളം. അത് ഒഴിക്കാൻ വൈഭവമുള്ളൊരുത്തനെ തന്റെ പിശകികളെ എടുത്തു മാറ്റി ഒരിക്കൽ ദൈവം തമ്പുരാൻ ഒരുത്തിനാക്കി. ഒരു നിന്ദ ചെയ്തത് ദൈവവചനം പങ്കിട്ടു. അവൻ വെള്ളം ഒഴിച്ചു. അടുത്തതാണ് ഒന്നാം വാക്യം. വാക്യം 6-ാം വാക്യം. ഈ സഭകൾ നിമിത്തമുള്ള മുഴുവൻ ഉദയവനായ കർത്താവിന് നടുന്നവനും നനയ്ക്കുന്നു. എങ്ങനെ വളർത്തിയെന്നറിയാവോ? ഒന്നാമത്തെ വിഷയത്തിൽ സകലവിധ കൃപാവരങ്ങളോടെ എങ്ങനെ വളർത്തി? കൃപാവരങ്ങളോടെ. 12-ാം അധ്യായത്തിൽ വിവിധ കൃപാവരങ്ങളാണ് ദൈവം വളർത്താൻ തുടങ്ങിയ. ആർക്കും തടയാൻ പറ്റത്തില്ല. എത്ര പേരത് വിശ്വസിക്കും? ഒരു ശക്തിക്കും തടയാൻ പറ്റാത്ത ഒരു വളർച്ച ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഒരു അന്ധകാര ശക്തിക്കും തടയാൻ പറ്റാത്ത ഒരു വാഴ്ച
കൃഷിക്കകത്ത് ഒറ്റ ദിവസം കൊണ്ടല്ല അത് പുറത്തു വരും. ആ സസ്യം വളരും, അതിനകത്ത് ഒരു നെച്ചടി വളരുമ്പോ അതിനകത്ത് പുറത്തേക്ക് കുലച്ചു നിൽക്കണ്ട നെൽക്കതിരിന്റെ സാക്ഷര തണ്ടിനകത്ത് വളരുന്നുണ്ട്. പ്രകടമായിട്ടില്ല, സ്വന്തം ചെയ്യാം. വീണ്ടും നനയ്ക്കുന്നത് അകത്തുള്ളതിനെ കണ്ടിട്ട. അങ്ങനെയെങ്കിൽ വളരുന്ന ആലപ്പൂ സെന്ററിനകത്ത് പ്രകടമായി വരേണ്ട ചില പ്രവാചകന്മാർ, പ്രകടമായി വരേണ്ട കാലഘട്ടത്തിലെ അപ്പോസ്തലന്മാർ, പ്രകടമായി വരേണ്ട അവൻ ഐലൻഡുകൾക്കുള്ള അവൻ ദ്വീപുകൾക്കുള്ള അപ്പോസ്തലന്മാർ, ഭൂഖണ്ഡങ്ങളുടെ അപ്പോസ്തലന്മാർ ഉണ്ട്. എത്ര പേര് തിരിച്ചറിയും? ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കൾക്ക് ഒരുപക്ഷെ സെൻട്രൽ മാസ്റ്റർമാരിലേക്കാം. സ്വന്തം സ്വന്തം നാളെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ലീഡേഴ്സിന് ഒരുപക്ഷെ കണ്ടേക്കാം. സ്വന്തം വിശ്വസിക്കുന്നു. പ്രകടമായ ഫലം, ഈ ഫലത്തിന്റെ കൊയ്ത്ത് നടന്നിട്ടില്ല. സ്വന്തം കൊയ്ത്ത് നടന്ന് കാലാശേഷിക്കുന്ന ഒരു വയലായി ദൈവസഭയെ വചനം ഉദ്ഭവിച്ചിട്ടില്ല. രാജ്യത്തിന്റെ സുവിശേഷത്തിന് കൊയ്ത്ത് വളരെ ഉണ്ടെന്ന് പറഞ്ഞു. ദൈവകൃപയുടെ സുവിശേഷത്തിന് പദം ഉപയോഗിച്ചിട്ടില്ല. സ്വന്തം ഇനി കൊയ്ത് ആർത്തുകൊണ്ടുവരും. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നവരാണ്. നമ്മുടെ പ്രവാസകാലം തീർന്നിട്ടില്ല. നമ്മുടെ പ്രവാസകാലം പത്രോസ് ലേഖന വീക്ഷണത്തിൽ നടക്കുന്നതേ ഉള്ളൂ. സ്വന്തം ചെയ്യാവോ? നമ്മുടെ പ്രവാസം കാഹളം കേൾക്കുമ്പോ കഴിയും. സ്വന്തം ആദ്യ ഫലം ഒരു ലേഖനത്തിൽ വിളവിനെ കുറിച്ച് ഇങ്ങനെ കർത്താവ് പറഞ്ഞു. അവൻ ആദ്യ ഫലം ക്രിസ്തു. 15:23 ആദ്യ ഫലം ക്രിസ്തു. ക്രിസ്തുവിനുള്ളവർ അതിൽപ്പെടുന്ന. എന്നാൽ ഇളഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ കൃഷിയിൽ നിന്ന് ഫലമെടുത്തുകൊണ്ട് പോകാൻ ദൈവം തമ്പുരാൻ അധികം നേരം വേണ്ട, നോട്ടി നേരം സ്വന്തം ചെയ്യാമോ? കണ്ടു നിൽക്കുന്നതിനിടയിൽ ഇവിടെയുള്ള എല്ലാവർക്കും രൂപാന്തരം തരത്തക്ക രീതിയിൽ നിമിഷ നേരം കൊണ്ട് ഫലം കൊയ്തു പോകത്തക്ക രീതിയിൽ ഒരു പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. വളരുമാറാക്കുന്ന ദൈവത്തിന്റെ പദ്ധതി വളർത്തി അവൻ ദൈവത്തിന്റെ സന്നിധാനമെന്ന കലവറയിലേക്ക് ഫലത്തെ മാറ്റേണ്ടതിന് ഇറക്കിയ കൃഷിയാണ് ഇനി ഇവിടെ വളരുന്നത്. ഈ ദൂരിന്റെ ആളെ ഏറ്റെടുക്കുന്നവർ അല്പസമയം സ്വന്തം ചെയ്യാം.